ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെക്കേഷൻ ടൈം അടുത്ത് വരികയാണല്ലോ അല്ലേ. അപ്പോൾ ഈ വെക്കേഷനിൽ ചിലരൊക്കെ ദീർഘദൂര യാത്രകളും പിക്നിക്കുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ ദൂര യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന 3-4 ദിവസം കേടാകാതിരിക്കുന്ന അടിപൊളി ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ടുള്ള 3-4 ഐറ്റം മാത്രം മതി കേട്ടോ ഈ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാൻ. ഞങ്ങൾ വർഷത്തിൽ 2 തവണയൊക്കെ നാട്ടിൽ പോകാറുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകാറുള്ളത്. ഇഡ്ഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ലെമൺ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് ഇത്. വീഡിയോയിലേക്ക് പോകും മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ 1 കിലോ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിനകത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അത് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൂടി വെച്ചിട്ട് ഫുള്ള് ഫ്ലെയിമിലാക്കിയിട്ടാണ് ആദ്യം കുറച്ച് സമയം നമ്മളിത് കുക്ക് ചെയ്യുന്നത്. മൂട തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. തക്കാളിയുടെ വെള്ളം മൊത്തം വറ്റുകയും വേണം, തക്കാളി വെന്തുടയുകയും വേണം. ഇപ്പോൾ ഇത് കണ്ടോ, തക്കാളിയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. തവിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത്. ആദ്യം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ആകെ 2 ഇൻഗ്രീഡിയൻസേ ചേർക്കുന്നുള്ളൂ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന അത്രയും സമയം ഇളക്കി കൊടുക്കണം. ശരിക്കും ഞാനിത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് നാളെ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടി തലേദിവസം വൈകിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇഡ്ഡലി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. നമ്മൾ തവിയും കൊണ്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് വിട്ട് വരുന്ന പോലെ തോന്നും. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ പാത്രം ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ തോന്നുന്നില്ലേ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ് സമയം എടുത്തു കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സമയം എടുത്ത് ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണപ്പെടുന്ന ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ട്രെയിനിൽ കിട്ടുന്ന ഭക്ഷണമൊന്നും നമുക്ക് കഴിക്കാനേ തോന്നത്തില്ല. മാത്രമല്ല ഭയങ്കര എരിവായിരിക്കും. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ട്രെയിനിൽ നിന്ന് ഇഡ്ഡലിയും ചട്നിയും മേടിച്ച്, ചട്നിക്ക് ഭയങ്കര എരിവായതുകൊണ്ട് മോന് കഴിക്കാനേ പറ്റിയില്ല. ഉച്ചയ്ക്ക് ബിരിയാണി മേടിച്ചു, എരിവില്ലായിരിക്കും എന്ന് വിചാരിച്ചു. ബിരിയാണിയുടെ റൈസിനും ഭയങ്കര എരിവായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രകളിലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാറാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ഈ തക്കാളി ചട്നിയാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ലെമൺ റൈസ് ഉണ്ടാക്കും, അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി ചട്നി, പിന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.